പൂർണ്ണ രൂപത്തിൽ ആലപിക്കണമെന്നത് RSSന്റെ തീരുമാനമാണ്. RSS തീരുമാനമെടുക്കുന്നു. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിക്കണം. പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ അത് പൂർണ്ണ രൂപത്തിൽ ആലപിക്കുന്നു. ഉടനെ RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ കേരളത്തിലെ UDF ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ലേഖനം മുഖപ്രസംഗം. ആ ലേഖനത്തിൽ അവർ പറയുന്നു, ഒരു വിയോജിപ്പും എതിർപ്പുമില്ലാതെ ഈ വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിച്ച UDF ഗവൺമെന്റിന് എല്ലാ അഭിനന്ദനങ്ങളും. NDAയുടെ കൺവീനർ മുഖ്യമന്ത്രിയെ നേരിട്ട് സന്ദർശിച്ച് പൂച്ചെണ്ട് നൽകി അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ഇത് തെരഞ്ഞെടുപ്പാനന്തരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ വന്ന പ്രകടമായ ചില കാര്യം. വന്ദേമാതരം എന്നതൊരു ദേശീയ ഗീതം മാത്രമല്ല, അത് സംഘപരിവാർ വംശഹത്യയുടെ ഒരു ആയുധമാണ് എന്ന നിലയിലേക്ക് വരും. പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിലാണ് വന്ദേമാതരം പൂർണ്ണ തോതിൽ മുഴങ്ങിയത്. അത് ഒരു യാദൃച്ഛികതയല്ല. വന്ദേമാതരത്തിന് ഇന്ത്യ ചരിത്രത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും സാഹിത്യത്തിലുമുള്ള പങ്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആ ചർച്ചകളുടെ കാലത്ത് തന്നെ ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ബഹുസ്വരതയെ പ്രതിഫലിപ്പിക്കാത്തതും അതിനെ കുഴപ്പത്തിലാക്കുന്നതുമായ ചില വരികളുടെ സാന്നിധ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വന്ദേമാതരം ആദ്യ ഭാഗം മാത്രം ആലപിച്ചാൽ മതിയാകും എന്ന് തീരുമാനിച്ചതാണ്. അതൊരു പൊതു തീരുമാനമാണ്. അപ്പൊ ഇന്ത്യയുടെ ദേശീയ ഗീതം എന്നറിയപ്പെടുന്ന വന്ദേമാതരം ആദ്യ ഭാഗമാണ്, അത്രയേ ഉള്ളൂ, ആദ്യ വരികൾ മാത്രമാണ്. അതങ്ങനെ ആലപിച്ചു പോരുകയും ചെയ്യുന്നു. എന്നാൽ അതിന് മാറ്റം ഉണ്ടാവും. വന്ദേമാതരം എന്നതൊരു ദേശീയ ഗീതം മാത്രമല്ല, അത് സംഘപരിവാർ വംശഹത്യയുടെ ഒരു ആയുധമാണ് എന്ന നിലയിലേക്ക് വരും. ഇഹ്സാൻ ജാഫ്രിയോട് ആവശ്യപ്പെട്ടത് ഇത് ചൊല്ലണം എന്ന്. ഇഹ്സാൻ ജാഫ്രിക്ക് നേരിട്ട, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരിട്ട, അന്ന് ഗുജറാത്തിലുണ്ടായ വംശഹത്യയെ, ആ സംഭവങ്ങളുടെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ അത് വായിച്ചാൽ നമ്മൾ കരഞ്ഞു പോകും. ഇഹ്സാൻ ജാഫ്രി എന്ന വൃദ്ധനെ വിവസ്ത്രനാക്കൂ, അദ്ദേഹത്തെ വിവസ്ത്രനാക്കി നടത്തിക്കൊണ്ടുവന്ന് അദ്ദേഹത്തോട് ആജ്ഞാപിക്കുന്നു, ഈ വന്ദേമാതരം ചൊല്ലാനാണ് ആജ്ഞാപിക്കുന്നത്. അദ്ദേഹം വിസമ്മതിക്കുന്നു. അദ്ദേഹത്തിന്റെ വിരലുകൾ മുറിച്ചു കളയും, അദ്ദേഹത്തിന്റെ കൈകൾ വെട്ടിമാറ്റും, അദ്ദേഹത്തിന്റെ കാല് വെട്ടിമാറ്റും, അദ്ദേഹത്തെ തീയിലേക്ക് എടുത്തെറിഞ്ഞ് ചുട്ടുകൊന്നുകളയും. ഈ വന്ദേമാതരം ചൊല്ലാനാണ് ആവശ്യപ്പെട്ടത്. ഈ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിക്കണമെന്നത് RSSന്റെ തീരുമാനമാണ്. RSS തീരുമാനമെടുക്കുന്നു. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിക്കണം. പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ അത് പൂർണ്ണ രൂപത്തിൽ ആലപിക്കുന്നു. ഉടനെ RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ കേരളത്തിലെ UDF ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ലേഖനം മുഖപ്രസംഗം. ആ ലേഖനത്തിൽ അവർ പറയുന്നു, ഒരു വിയോജിപ്പും എതിർപ്പുമില്ലാതെ ഈ വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിച്ച UDF ഗവൺമെന്റിന് എല്ലാ അഭിനന്ദനങ്ങളും അവർ രേഖപ്പെടുത്തി. സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ മണിക്കൂറിൽ RSSന്റെ മുഖപത്രത്തിന്റെ അഭിനന്ദനം ഏറ്റുവാങ്ങാൻ അവസരമുണ്ടായ ഇന്ത്യയിലെ ഏക BJP ഇതര സർക്കാരാണ് കേരളത്തിലെ UDF സർക്കാർ. പിന്നെ ഓരോ ഘട്ടത്തിലും പ്രകടമായി. രത്തൻ ഖേൽക്കറെ സെക്രട്ടറിയായി തീരുമാനിച്ചു. രത്തൻ ഖേൽക്കർ കമ്മീഷണറായിരിക്കുമ്പോഴാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ നിന്ന് BJP സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സീൽ പതിച്ച സർക്കുലർ വിതരണം ചെയ്യുക. ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസ് BJPയുടെ ഓഫീസായി മാറിയോ എന്ന വിമർശനം ഉയർന്നു വന്നതാണ്. സംഘപരിവാരത്തിന്റെ ഏറ്റവും ഇഷ്ടക്കാരനാണ് അദ്ദേഹം. സിവിൽ സർവീസ് ഓഫീസറാണ്, സ്വാഭാവികമായും പ്രധാനപ്പെട്ട ചുമതലയിലൊക്കെ ഉണ്ടാവും. എന്നാൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആവണോ എന്ന ചോദ്യം അത് നിഷ്കളങ്കമായി വരുന്നതല്ല. നയപ്രഖ്യാപന പ്രസംഗം, ഒരു വാക്കുപോലും കേന്ദ്ര വിമർശനമില്ല. കേരളത്തെ ഞെരുക്കുന്ന, സാമ്പത്തികമായി ഞെരുക്കി കൊല്ലാൻ ശ്രമിക്കുന്ന, കേരളത്തോട് അനീതി കാണിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് മൃദുവായ വാക്കുകൊണ്ടുപോലും ഒരു വിമർശനം ഉന്നയിക്കാൻ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറായില്ല. നയപ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ BJP സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതികരണം വന്നു. ഈ നയപ്രഖ്യാപനത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല, ഇത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ നിന്ന് എടുത്തിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗം, ഇത് ഞങ്ങളുടെ നയപ്രഖ്യാപനമാണെന്നാണ് BJP സംസ്ഥാന പ്രസിഡന്റ് മുഖ്യമന്ത്രിയെ നേരിട്ട് സന്ദർശിച്ച് എല്ലാ പിന്തുണയും അറിയിച്ചു. NDAയുടെ കൺവീനർ മുഖ്യമന്ത്രിയെ നേരിട്ട് സന്ദർശിച്ച് പൂച്ചെണ്ട് നൽകി അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ഇത് തെരഞ്ഞെടുപ്പാനന്തരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ വന്ന പ്രകടമായ ചില കാര്യങ്ങളാണ്. വർഗീയതയ്ക്കെതിരായ പോരാട്ടം തീക്ഷ്ണമായി ഏറ്റെടുക്കുകയും വർഗീയതയെ പരാജയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മാത്രമേ ഇന്ത്യയെ വീണ്ടെടുക്കാനാകൂ എന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നിലാണ് കേരളത്തിലെ വലതുപക്ഷം
വർഗീയതയുമായി ദൃഢബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞു എന്ന ഏതൊരു മതനിരപേക്ഷവാദിയെയും നിരാശപ്പെടുത്തുന്ന യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ നിൽക്കുന്നു.